അതായത് കൃത്യമായ അജണ്ടയുണ്ട്. നമ്മൾ ഈ സുധാകരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പ്രകാശിൻ്റെ കാര്യം, സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, അതിനകത്ത് അവരെ നേരത്തെ കരുതി കൂട്ടി മത്സരിക്കാൻ ഉതകാത്ത രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി കണക്ക് കൂട്ടി പാർട്ടിക്ക് വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞ് എം പിമാരാക്കി മത്സരിപ്പിക്കുന്നു. അതിനുശേഷം നിയമസഭയിൽ മത്സരിപ്പിക്കാൻ ഈ പറയുന്നത് പോലെ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറയുന്നത്, അവസാനം കാലുവാരുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ എം പിമാർ മത്സരിക്കേണ്ട ആ കാരണം കൊണ്ട് പ്രധാനപ്പെട്ട തങ്ങൾക്ക് എതിരായിട്ട് വരാൻ നാളെ കാലത്ത് എണ്ണം കൂടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ ആരും അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറയാത്ത സുധാകരനെതിരെയുള്ള പണി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സീറ്റില്ല, ഇപ്പോഴും സമ്മർദ്ദമാണ്. പ്രകാശിനെതിരെയുള്ള പണി അതേ രീതിയിൽ വരുന്നു, ഇതുവരെ സീറ്റില്ല, ഇപ്പോഴും സമ്മർദ്ദത്തിലാണ്. അപ്പം അതേ അവസ്ഥയിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കളി എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ഈ താല്പര്യക്കാർ ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം കോൺഗ്രസിൻ്റെ രമേശ് ചെന്നിത്തല ആളിനെ നിർത്തണം, KC വേണുഗോപാലിൻ്റെ ആളിനെ നിർത്തണം, വി ഡി സതീശൻ്റെ ആളിനെ നിർത്തണം. കാരണം ഇതിനകത്ത് അവസാനം എണ്ണമെടുപ്പ് വരും, തർക്കം വരുമ്പോൾ MLA-മാരുടെ എണ്ണം കൂടുതൽ ഉണ്ടാകുന്ന ആളിനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിക്കുന്ന രീതിയിൽ വന്നാൽ ആ എണ്ണം എടുക്കണമെങ്കിൽ ഇപ്പം തന്നെ ഇവരുടെ താല്പര്യമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിച്ചാലല്ലേ പറ്റൂ. ഇപ്പം മത്സരിപ്പിക്കുന്നവർ ജയിക്കുമോ തോക്കുമോ എന്നുള്ളതിനെക്കാട്ടി റിസ്ക് തൻ്റെ ഭാഗം നിൽക്കുന്നവർ മത്സരിക്കണം. മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഇത്ര MLA-മാരുടെ പിന്തുണ ബോധ്യപ്പെടും, കൂടുതൽ പേരുടെ പിന്തുണ. അപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥി നമ്മൾ പറയുന്നോ നിന്നാൽ മതി, ജയിക്കുമോ തോക്കുമോ എന്നുള്ള വിശേഷം. അപ്പൊ എൽദോസ് കുന്നപ്പള്ളി അവിടെ ഷുവറായിട്ടും ജയിക്കുന്ന ആളാ. അയാൾക്കെതിരെ അയാളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഈ വിഷയമായിട്ട് ആദ്യം വന്നതെന്ന് പറഞ്ഞാൽ കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ ഇല്ല, അവിടെ മത്സരിച്ചാൽ ജയിക്കുമോ, സിറ്റിംഗ് MLA മത്സരിച്ചാൽ ജയിക്കുമോ എന്നുള്ള ഉറപ്പില്ല. അപ്പൊ ആ കുഴൽനാടൻ അവിടെ വന്നു. അപ്പോൾ കുഴൽനാടൻ അവിടെ വന്നപ്പോൾ ആ കളി നടക്കാതെ വന്നു. കുഴൽനാടൻ തിരിച്ച് മൂവാറ്റുപുഴയിലേക്ക് പോയി. ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. അപ്പം ഈ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളിയെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം പെണ്ണുപിടിയൻ ആണെന്ന് വരുത്തി ക്ലെയിം ഉള്ളവനാണ്, ഈ പറയുന്ന ആരോപണമുള്ളവനാണ്, കളങ്കിതനാണെന്ന് പറയുന്നതിൻ്റെ കാരണം DCC പ്രസിഡന്റ് ഷിയാസിന് ഷുവർ സീറ്റ് വേണം, ജയിക്കുന്ന സീറ്റ്. ഇപ്പോൾ കൊച്ചിയിൽ പരിഗണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല അതിനകത്ത് ഷുവർട്ടി ഇല്ല. ഈ പറയുന്ന ഇവിടെ തന്നെ സാമുദായികമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം ഒക്കെ കൂടുതൽ കണക്കിലെടുക്കുന്ന ആണല്ലോ കോൺഗ്രസ്. 3 പേരാണ് ഇപ്പോൾ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഇവിടെ കൊച്ചിയിൽ തന്നെ. ഒന്ന് കൊച്ചിയിൽ ഷിയാസ് വന്നാൽ അതൊന്ന്, 2 കളമശ്ശേരിയിൽ ഗഫൂർ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി, അൻവർ സാവത്ത് കോൺഗ്രസിൻ്റെ ആലുവ സ്ഥാനാർത്ഥി, അയാൾ അവിടുത്തെ MLA അല്ലേ. അപ്പോൾ സിറ്റിംഗ് അപ്പോൾ ഈ കൊച്ചിയിലെ സീറ്റ് മാറ്റിയിട്ട് ഈ കുന്നപ്പള്ളിയുടെ സീറ്റ് വാങ്ങിച്ചെടുക്കാൻ, അദ്ദേഹത്തെ നിർത്താതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം വളരെ കൃത്യമായിട്ട് ഹൈക്കമാൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് ഇടപെട്ടാണ് അയാളുടെ സീറ്റ് മാറ്റി നിർത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.